ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതെ തന്നെ വിടാറില്ല. അപ്പൊ തുടങ്ങട്ടെ. അഖിലാണ്ട നുണച്ചികൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറിമാക്കി പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ളൊരു സ്ഥാനവും നൽകി. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ പാട്ടാ. അയ്യോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പൊ തുടങ്ങട്ടെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെരവൻ കൊണ്ടോടി വാ ശാന്തേവാ, കാണുന്ന ജാതിക്കെല്ലാം സെറ്റ് സാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ, ടിവിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ, പിരിച്ചുള്ള കാശെല്ലാം മുക്കിട്ടു കറങ്ങുന്ന ചെമണ്ടിയെ കൂട്ടിക്കോണം ശാന്തേവാ. എനിക്ക് ഭയങ്കര നാണോ. എന്റെ പൊന്നുമാണം, ഈ തിളങ്ങുന്ന പാലിന്റെ രഹസ്യം എന്തെന്നാ? അയ്യോ, അതെന്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം. അയ്യോ, പുള്ളിക്കാരനല്ലേ എന്നും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത്. അപ്പൊ തുടങ്ങട്ടെ. വേദിയിലിരിക്കുന്ന അനാശാസ്യ പ്രവർത്തകര്, ദുരിതാശ്വാസ പ്രവർത്തകര്, മറ്റ് അവശിഷ്ട പ്രതിനിധികള്, മറ്റ് വിശിഷ്ട അതിഥികള്, മലയാളത്തിൽ ഡബിൾ MA ആണ്. എല്ലാരും പറയാറുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതമാരുമായി ഞാൻ ബന്ധപ്പെട്ടു. എല്ലാവരും എന്നെ നിഷ്കരണം തടയുകയുണ്ടായത്. അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ, നമ്മുടെ നാടിന്റെ കടലുണ്ണിയായ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനായ ശ്രീ കുട്ടമ്പിള്ളച്ചേട്ടനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഒട്ടും താമസിച്ചില്ല, ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ നാട്ടിൽ ഏറ്റവും വലിയ ശുഷ്കാന്തിയുള്ള മനുഷ്യൻ നമ്മുടെ കുട്ടമ്പിള്ളച്ചേട്ടനാണെന്ന്. പടത്തിന് അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി, വളരെ നയനമനോഹരമായി, വളരെ ഭംഗിയായി ഒറ്റവെട്ടിന് തന്നെ കിണറ് കുഴിച്ച് ഈ നാടിന് ജലം സമ്മാനിച്ച നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ചെയർപേഴ്സണലിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ ശവസംസ്കാരങ്ങളും നേരുന്നു, ആദരാഞ്ജലികളും. ഡബിൾ MAയാണെന്ന്. ഇനി ആശംസകൾ അർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട LMAക്കാണ്. പറഞ്ഞപ്പോ തിരിച്ചു പോയതാണ്, MLAക്കാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. എന്താ അതൊരു ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1 നാവാണ്. വളരെ ചെറുപ്രായം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് പുസ്തകങ്ങളൊക്കെ മാറത്തോടൊടുക്കി പിടിച്ചോണ്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. ഈ MLA എന്ത് ചെയ്തെന്ന് അറിയുമോ? എന്റെ പുറകെ പാത്തും പതുങ്ങി വന്നിട്ട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ച ഒരു പട്ടിയെ കല്ലെറിഞ്ഞോടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റുമോ? മാഡം, എന്താ ഇങ്ങനെ വെറുതെ പറഞ്ഞ് ആശിപ്പിക്കരുത്. എന്താ രോമമൊക്കെ എനിക്ക് മുരിങ്ങക്കോല് പോലെ നിൽക്കുന്നു. ആണല്ലയോ. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ അധികം വലിച്ചിടുന്നില്ല. ഇനി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് മെമ്പർ പുഷ്കറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും എന്നെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ക്ഷണിച്ചതാ കേട്ടോ, പേടിക്കണ്ട. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെ അമേരിക്കക്കാരനും ചൈനക്കാരനും കണ്ടുപിട്ടിയപ്പോഴും നമ്മുടെ കുട്ടമ്പിള്ളച്ചേട്ടൻ നോക്കി നിന്നില്ല. കുട്ടമ്പിള്ളച്ചേട്ടൻ ചാടി എഴുന്നേറ്റു, വലതുകാൽ വലത്തേക്ക് വെച്ചു, ഇടതുകാൽ ഇടത്തേക്ക് വെച്ചു, സർവ്വദൈവങ്ങളെ മനസ്സിൽ പ്രായിക്കൊണ്ട് നെഞ്ചൊത്തൊരടി. ആവശ്യമില്ലാത്ത പോകരുത് പ്രിയമുള്ളവരെ. പിന്നീട് ഒന്നും ആലോചിച്ചില്ല, കുട്ടമ്പിള്ളച്ചേട്ടൻ വീണ്ടും ചാടി എഴുന്നേറ്റു, ആ മുണ്ടങ്ങോട്ട് വലിച്ചു മടക്കി കുത്തി. അവിടെ നിന്നിരുന്ന സർവ്വ നാട്ടുകാരും കണ്ടു കുട്ടമ്പിള്ളച്ചേട്ടനിലെ ആ പോരാളിയെ. ഞാനൊരിക്കലും വലിച്ചിരുന്നില്ല. ഇനി ഇവിടെ നടക്കാനുള്ളത് സമ്മാനാന ചടങ്ങാണ്. അതിനുവേണ്ടി ചെയർപേഴ്സണെ MLA ക്ഷണിച്ചു കൊള്ളുന്നു. വരൂ. പ്രിയമുള്ളവരെ, ഇനി വേദിയിൽ നടക്കേണ്ടത് സമ്മാനദാന ചടങ്ങാണ്. അത് ശരിയല്ലേ? അപ്പൊ ശരി, കുട്ടമ്പിള്ളച്ചേട്ടന് സമ്മാനം കൊടുക്കണല്ലേ? ഇങ്ങോട്ട് അടുത്ത് നിങ്ങോട്ട് നിന്നാട്ടെ. അതിരിക്കട്ടെ, എത്ര വെട്ടിനാണ് കുട്ടമ്പിള്ളച്ചേട്ടൻ കിണറ് കുടിച്ച് വെള്ളം വരുത്തിയത്? എത്ര വെട്ടിന്? ഒറ്റ വെട്ടിനല്ലയോ? എന്തിനാ അടിച്ചെന്നാ? എടാ, 10,000 മുടക്കി എന്റെ വീട്ടിലേക്ക് പൈപ്പിലേ വലിച്ചത് നിനക്കൊക്കെ പിക്കാസിന് വെട്ടിപ്പൊട്ടിക്കാനല്ല.